നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ്. കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഇത് ജസ്റ്റ് നമ്മുടെ റൂമിലെ വിൻഡോയിൽ കൂടെ നോക്കുമ്പോഴുള്ള നമ്മളുടെ ജസ്റ്റ് ഒരു വ്യൂ ആണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ റൂം. നമുക്കിന്ന് ക്ലാസ് ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഇതാ ഫോണിൽ വെറുതെ ഇങ്ങനെ റീലൊക്കെ കണ്ടിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവളെ മാത്രം വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം മറച്ച് വെച്ചേക്കുവാണ് ഗൈസ്. അവൾ വിചാരിച്ച് ഞാൻ അവളെ മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെ ആരും എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് തെറി വിളിക്കുകയാണ്. ഞങ്ങളിന്ന് ഫ്രീ ആയതുകൊണ്ട് ജസ്റ്റ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് നമ്മൾ തലയിൽ തേക്കാൻ കറ്റാർ വാഴ വളർത്തി വെച്ചേക്കുവാണ്. ഹോസ്റ്റലേഴ്സിന് അറിയാലോ, കിട്ടത്തില്ല. നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ അത് വെട്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് നമുക്ക് കോളേജൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാക്ക് നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ പാക്ക് ഇടുന്നുണ്ട്. കാര്യം ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു പണിയില്ല, നമുക്ക് കോളേജൊക്കെ അവധിയായിട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇടുന്നുണ്ട്. അവളാണ് പാക്ക് റെഡിയാക്കുന്നത്. നമ്മൾ ഹോസ്റ്റലേഴ്സിന് വേണ്ടിയുള്ള ഒരു പാക്കാണ്. നമ്മളിപ്പം ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കണം. ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടിയും തൈരും മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഞങ്ങളിപ്പം 2-3 ദിവസമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. നമ്മൾ ബീട്രൂട്ട് പൗഡറല്ല എടുത്തേക്കുന്നത്, ഒറിജിനൽ ബീട്രൂട്ട് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തേക്കുവാണ്. നമുക്കിതിനൊരു ക്ഷമ വേണം. അവൾക്കതുണ്ട്, അതുകൊണ്ട് അവൾ കഷ്ടപ്പെട്ടിരുന്ന് ഇതാക്കുവാണ്. അപ്പം നമ്മളിപ്പോൾ 5 പേരുണ്ടായതുകൊണ്ട് ഒരു 3-4 ബീട്രൂട്ട് വേണം. അപ്പം അതിനനുസരിച്ച് കുറച്ച് ഗ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും. കുറച്ച് ടൈം എടുത്ത് അവൾ പാക്കിനുള്ള റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഒരു കൺസിസ്റ്റൻസിയാണ്. ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മളിത് ആദ്യം ഒരു വട്ടം ഇട്ടപ്പോൾ നല്ല റിസൾട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് പോകുന്നിടം വരെ ഇനി നമുക്ക് 4 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബീട്രൂട്ട് വാങ്ങിച്ചതും ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 2-3-4 ദിവസത്തേക്ക് ഇത് തന്നെ ഇടാമെന്ന്. പിന്നെ അതുപോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് ഗൈസ്. ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പാക്ക് ഉണ്ടാക്കാം എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഓരോ ജോലികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഫോണിൽ സിനിമ കാണും, പാക്ക് റെഡിയാക്കും, സിനിമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് അവളിപ്പോൾ അതാണ്ട് റെഡിയാക്കി. നമുക്ക് ഈ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു കൺസിസ്റ്റൻസി അവൾ റെഡിയാക്കി കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തിയാണ്, നോക്കാൻ പറഞ്ഞതാണ്. പിന്നെ ഓരോരുത്തരായിട്ട് ഇട്ട് തുടങ്ങി. ഇതിപ്പോൾ ഓരോരുത്തർ ഇട്ടിട്ട് കോപ്രായം കാണിക്കുകയാണ് ഗായ്സ്. ഓരോരുത്തരെ ഇട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയി. അവളും ഇട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് പേര് നമ്മുടെ ബാക്കി സ്റ്റുഡൻസ് അവിടെ നിന്ന് സിനിമ കാണുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും സിനിമ കാണുവാണ്. അവൾ ആ പാക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് ലുഡോ കളിക്കുകയാണ് ഗൈസ്. അവൾ താണ്ടെ റൂം വൃത്തിയാക്കുകയാണ് ഗൈസ്. തൂക്കും തുടയ്ക്കുകയൊക്കെ ചെയ്യുവാണ്. നമ്മളെന്നും ചെയ്യുന്നുള്ളതാണിത്. അങ്ങനെ ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി. ഇതൊക്കെ നമ്മളെന്നും ചെയ്യും. നമ്മളെ വീട് പോലെ നമ്മളിത് തൂത്തും തുടയ്ക്കും എന്ന് വൃത്തിയാക്കും ഗായ്സ്. അപ്പം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് മെനു അവിയലാണ്. നമ്മൾ 4 വർഷമായിട്ട് കഴിച്ച് മടുത്ത്. അപ്പം നമുക്കാർക്കും അത് ഇഷ്ടമല്ല. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഉടയ്ക്കും. അപ്പം നമ്മുടെ ഹോസ്റ്റലിലെ മെയിൻ കുക്ക് ഇവിടെ ഇരുന്നിട്ട് ഉപ്പും മുളകും ഉടയ്ക്കാൻ പോവാണ്. അതിൻ്റെ കാര്യപരിപാടിയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കാറുണ്ട്. ഇവിടെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളിങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവളത് അതിൻ്റെ ബിസി ആയിട്ടിരിക്കുകയാണ് പാക്ക് മുഖത്തിട്ടിട്ട്. ഇത് ജസ്റ്റ് നമ്മൾ ഹോസ്റ്റലിൽ എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും. കാര്യം എളുപ്പമാണ്. ജസ്റ്റ് വറ്റൽമുളകും ഉള്ളിയും നമ്മൾ നല്ലപോലെ എണ്ണയിട്ട് വഴറ്റണം. ഇതാണ്ട് ദാരിദ്ര്യമാണ് ഗൈസ്, ചീറ്റിപ്പിഴിയാണ് അവൾ. അപ്പം എണ്ണയിലിട്ട് വഴറ്റി ഉള്ളിയും വഴറ്റിയിട്ട് അതൊരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ എന്തോ ചെയ്യണം, നമ്മളത് ചൂടാറുമ്പം നമ്മൾ ജസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഞെവിടി എടുത്താൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ അതാണ്ട് അവളത് ഉപ്പ് ഇട്ടിട്ട് ഞെവിടി എടുക്കുന്നതിൻ്റെ ഇതാണ്. നമുക്ക് മിക്സി ഉണ്ടായിരുന്നെങ്കിൽ ഇത് എളുപ്പമായിരുന്നു. വറ്റൽമുളക് നമുക്ക് പൊടിച്ചിട്ട് ഇട്ടാൽ മതിയായിരുന്നു. അതിൻ്റെ കൂടെ മിക്സ് ആകുമ്പം ഇതായിരുന്നു. ഇത്രയും കഷ്ടപ്പെടേണ്ടി വരത്തില്ല. പക്ഷെ നമുക്കിവിടെ ഹോസ്റ്റലായതുകൊണ്ട് മിക്സിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളാണ്ട് കഷ്ടപ്പെട്ട് അതിങ്ങനെ ഞെവിടി എടുക്കുവാണ്. ഐസ് വറ്റൽമുളക് സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രമായിട്ടാണ് നമ്മൾ കഴിച്ചത്. നമ്മൾ അവിയൽ പോലും കൂട്ടിയിട്ടില്ല. ഇതും നമ്മൾ ചോറും മോരുകറിയും കൂടാണ് കഴിച്ചത്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം അവൾ താണ്ട ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുവാണ്. അപ്പോഴത്തേക്കും മറ്റവൾ ഫോണിൽ കുത്തിയിട്ട് ഇറങ്ങി. ഞങ്ങൾ കൊള്ളാമെന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വെച്ച് തരുവാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് പാക്ക് താണ്ട കഴുകി തുടങ്ങി.
അങ്ങനെ ഓരോരുത്തർ ഇതാ കുളിച്ചിട്ട് വന്ന് അവളിതാ കുളിച്ചിട്ട് വന്ന് പാക്കൊക്കെ ആയിട്ട് കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. അവളുടെ ബോഡി ലോഷൻ കാണിച്ചതാണ് ഗൈസ് കേട്ടോ. അവൾ കുളിച്ചെന്ന് അറിയിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ടി വി കാണുവാണ് ഗൈസ് എല്ലാവരും. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പേര് നമ്മുടെ പരിപാടി, ബാക്കിയുള്ളവർ ഇവിടെ ആണെങ്കിൽ ടി വിയിൽ കണ്ട ഫ്രണ്ട്സ് സിനിമ ഇരുന്ന് കാണുവാണ്. രാവിലെ വെച്ചതാ, അതിരുന്ന് കണ്ട് ഫ്രണ്ട്സിൽ മുഴുകി കിടന്നും കമന്നും ഒക്കെ കാണുക. കാര്യം ഒരു പരിപാടിയില്ല ഗൈസ്, നമുക്ക് ക്ലാസ്സേ ഇല്ല. നമ്മൾ വെറുതെ ബോറടിച്ചിരിക്കുകയാണ്. നമ്മൾ 23-നെ നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ അവൾ താണ്ട ഓരോ കാര്യമൊക്കെ ഇരുന്ന് പറയുക. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ ചുമ്മാ ഇരുന്ന് ഇതൊക്കെ തന്നെ പണി ഗായ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ഡെയിലി വ്ളോഗ് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ പണിയൊന്നുമില്ല ഗായ്സ്. നമ്മൾ ഉച്ചവരെയുള്ള ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ. നമ്മൾ വൈകിട്ടത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ട് തുടങ്ങിയുള്ളൂ ഗായ്സ്. അതുകൊണ്ട് നമ്മൾ ഇതിലായിട്ടൊന്നും എടുത്തില്ല. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്.